CPIM നേതാവും മുൻ ആറന്മുള MLA-യുമായ KC രാജഗോപാലനാണ് നമ്മോടൊപ്പമുള്ളത്. അങ്ങേക്കെതിരെ മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ ഹെഡ് ക്ലർക്ക് പോലീസിലൊരു പരാതി നൽകിയിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയെന്നാണ് പരാതി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? വാർത്ത അടിസ്ഥാനരഹിതമാണ്. അവിടെ NRIG പ്രവൃത്തിയായി ബന്ധപ്പെട്ട് ആരോ ഒരു വിവരാവകാശം കൊടുത്തു. ഇപ്പം അവിടെ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിനാണ് ചാർജ്. ഈ പേപ്പർ വെച്ച് സ്ത്രീകളായ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുന്നു എന്ന് അവരെന്നോട് പരാതി പറഞ്ഞപ്പം അത് ശരിയല്ല എന്ന കടുപ്പിച്ച ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഷാജി നേരത്തെ അവൾ ക്ലർക്കായിരുന്നു. ആ ക്ലർക്കായ സമയത്തൊന്നും ഇയാളുമായിട്ട് ഞാൻ ഔദ്യോഗികമായ ഒരു നടപടിക്രമത്തിലും ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ NRIG-യുമായി ബന്ധപ്പെട്ട ഒരു വിവരാവകാശ ചോദ്യങ്ങൾ അവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടാണ് അങ്ങയുടെ ഒരു ഭീഷണി എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. അല്ല, വിവരാവകാശം കിട്ടി, അതിന്റെ പേപ്പറിൽ ഞാൻ കണ്ടുമില്ല. വിവരാവകാശം ആർക്കും കൊടുക്കാവുന്നതാണ്, ഞാനും കൊടുക്കാറുണ്ട്. ഈ വിവരാവകാശത്തിന്റെ പേപ്പർ കൈവച്ചുകൊണ്ട് സ്ത്രീ ജീവനക്കാരനോട് ഇദ്ദേഹത്തിന്റെ മോശമായ പെരുമാറ്റത്തിനെതിരെയാണ് പ്രതികരിച്ചത്. മാത്രമല്ല, ഈ ഷാജി ഞാൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള സരസ്വതി മൂലു സ്മാരകത്തിന്റെ ചെയർമാനാണ്. അവിടുന്ന് ആണ് ശിവഗിരി പ്രധാന വേദിയിൽ സ്ഥാപിക്കാനുള്ള വിഗ്രഹം ഘോഷയാത്രയെ പോകുന്നത്. ആ രണ്ടോ മൂന്നോ പ്രാവശ്യം ആ ഘോഷയാത്രയിൽ ഞങ്ങളോടൊപ്പം വന്നിട്ടുള്ളതുമാണ്. അങ്ങനെ ഒരു അടിസ്ഥാനപരമായ യാതൊരു വിരോധമില്ല. പിന്നെ ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായ ഒരു പൊതു മൂവ്മെന്റ് വളർത്താൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗം കൂടി ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ഈ ആരോപണത്തിന് പിന്നിൽ എന്നെ കൂടെ വലിച്ചെടുത്തതിനകത്ത് കാണും. മറ്റൊരു ആരോപണ വിധേയനായ മഹേഷ് ഇയാളും കൂടെ ഉറ്റ സുഹൃത്തുക്കളാണ്. ഇദ്ദേഹം പ്രായമായതിനു ശേഷമാണ് വിവാഹം കഴിച്ചത്. പലയിടത്തും ഈ ആലോചനയ്ക്ക് പോയതും അവസാനം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം നടത്തുമ്പോൾ ഒരു സാക്ഷിയാണ് ഇദ്ദേഹം തടഞ്ഞു നിർത്തിയെന്ന് പറയുന്ന മഹേഷ്. അപ്പോൾ ഈ സംഭവം യഥാർത്ഥത്തിൽ ഈ വിവരാവകാശ രേഖ വെച്ച് അവിടുത്തെ സ്ത്രീ ജീവനക്കാരോട് മറ്റ് ലൈംഗിക ചുവയുള്ള നിലയിൽ വർത്തമാനം പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ തിരിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞു. അതാണ് ഭീഷണി എന്ന് പറയുന്നത്. ഇപ്പോൾ NRIG ചില പദ്ധതികൾ സമയക്രമത്തിന് അത് പൂർത്തിയായില്ല. ആ കാര്യത്തിൽ മഹേഷ് ഇടപെടുകയും ഇദ്ദേഹം നേരത്തെ അവിടെ ക്ലർക്കായി ജോലി ചെയ്തുകൊണ്ട് അന്നത്തെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ മഹേഷാണ് ആദ്യം അദ്ദേഹത്തിന് നേരെ കോപിതനാകുകയും പിന്നീട് മഹേഷിന്റെ ഭാഗം പിടിച്ചുകൊണ്ട് അങ്ങ് സംസാരിച്ചു എന്നുമാണ് ഈ പറയുന്ന ഹെഡ് ക്ലർക്ക് പറയുന്നത്. അല്ല, ഞാൻ മെഴുവേലി പഞ്ചായത്തിന്റെ പൊതുവായ വികസനത്തിന്, ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല പൊതുവായ വികസനത്തിൽ ഏതെല്ലാം വിധത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കാലത്ത് മെഴുവേലി LP സ്കൂളിനോട് ചേർന്ന് ഒരു ഇൻഡോർ ഷട്ടിൽ കോർട്ടും ഒരു അംഗനവാടി നിർമ്മിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടനുസരിച്ചാണ് NRG-യുടെ ഒരു പദ്ധതി പ്രകാരം ടെൻഡർ ചെയ്യുകയും അവർക്ക് കൃത്യമായി പാർട്ട് ബില്ലുകൾ കിട്ടാതിരുന്നുകൊണ്ട് അവർക്ക് മുടക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് അവർക്ക് പൂർത്തിയാക്കണമെന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് എന്നെ വ്യക്തിപരമായും പാർട്ടിയെ സംബന്ധിച്ചോളം. അതിപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കിനെ അദ്ദേഹത്തിനെതിരെ താൻ ഒരു വധഭീഷണിയൊന്നും മുഴക്കിയിട്ടില്ല എന്നാണ് KC രാജഗോപാലൻ പറയുന്നത്. അതേസമയം ചില വനിതാ ജീവനക്കാരോട് മോശമായി പെരുമാറിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്തിരുന്നതായും KC രാജഗോപാലൻ പറയുന്നുണ്ട്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.